എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നയാഗ്ര ഫോൾസിലെ തന്നെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ആയ മെയ്ഡ് ഓഫ് ദി മിസ്റ്റിൻ്റെ വിശേഷങ്ങളാണ്. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ബേസിക്കലി ഒരു സൈറ്റ് സീയിങ് ബോട്ട് ടൂർ ആണ്. ഫ്രണ്ടിൽ തന്നെ മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് അട്രാക്ഷനിലേക്ക് ആദ്യം പോകണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ വലിയൊരു മാപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നയാഗ്ര ഫോൾസിലെ ഏതൊരു അട്രാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പും ടിക്കറ്റ് എടുക്കണം. മെയ്ഡ് ഓഫ് ദി മിസ്റ്റിന് വരുന്നത് $23 പെർ ഹെഡാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ലിഫ്റ്റ് വഴിയാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ക്യൂ ആയിരിക്കും. ഈ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. അതായത് US-നെയും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് നിലകൊള്ളുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ലിഫ്റ്റ് വഴി താഴെ എത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് പോകാൻ പോകുന്നത് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവർ കോട്ട് പ്രൊവൈഡ് ചെയ്യും. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ട് ടൂർ ആയത് കാരണം നമ്മൾ ഫോൾസിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അത് കാരണം ഒരുപാട് വെള്ളം തെറിക്കാൻ ചാൻസ് ഉള്ളത് കാരണമാണ് നമുക്ക് കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. US സൈഡിലുള്ളവർക്ക് ബ്ലൂ കളറിലെ കോട്ടും കാനഡ സൈഡിലുള്ളവർക്ക് റെഡ് കളറിലെ കോട്ടുമാണ് നൽകുന്നത്. അതേപോലെ തന്നെ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് 3 ഫോൾസ് കൂടിച്ചേരുന്നതാണ്. ഒന്ന് അമേരിക്കൻ ഫോൾസ്, രണ്ടാമത്തേത് ബ്രൈഡൽ വെയിൽ ഫോൾസ്, മൂന്നാമത്തേത് ഹൗസ് ഷൂ ഫോൾസ്. ഈ ബോട്ട് ടൂർ ഏകദേശം ഒരു 25 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ടൂറായിരിക്കും. 3 ഫോൾസിൻ്റെ അടുത്തേക്കും നമ്മളെ കൊണ്ടുപോകും. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്നത് കാനഡ സൈഡിലെ ബോട്ടാണ്. അവർ റെഡ് കളറിലെ കോട്ട് ധരിച്ചിട്ടായിരിക്കും ബോട്ടിലുണ്ടായിരിക്കുക. പരസ്പരം പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കൻ ഫോൾസ് ആണ്. അമേരിക്കൻ ഫോൾസ് നയാഗ്ര ഫോൾസിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫോൾസ് ആണ്. ഏകദേശം 10% ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അമേരിക്കൻ ഫോൾസിലാണ്. അതായത് നയാഗ്ര റിവറിലെ 10% ഓഫ് വാട്ടറാണ് അമേരിക്കൻ ഫോൾസിൽ ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് അമേരിക്കൻ ഫോൾസ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഇത് ബ്രൈഡൽ വെയിൽ ഫോൾസ് ആണ്. ഇതാണ് നയാഗ്ര ഫോൾസിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫോൾസ്. ഇവിടെയാണ് കേവ് ഓഫ് ദി വിൻഡ് എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ ഉള്ളത്. നമ്മൾക്കത് സെപ്പറേറ്റ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അമേരിക്കൻ ഫോൾസിലും ബ്രൈഡൽ വെയിൽ ഫോൾസിലുമായിട്ട് ഏകദേശം 75,750 ഗാലൻസ് ഓഫ് വാട്ടർ ആണ് പെർ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നത്. അടുത്തതായി കാണാൻ പോകുന്നത് നയാഗ്രയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫോൾസ് ആയ ഹൗസ് ഷൂ ഫോൾസ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാനഡ സൈഡിലാണ്. ഏകദേശം 6,81,750 ഗാലൻസ് ഓഫ് വാട്ടർ ആണ് പെർ സെക്കൻഡിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസ് ഷൂ ഫോൾസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലാണ് ഉണ്ടാവുക. ശരിക്കും
വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ ഏകദേശം നമ്മളുടെ ബോട്ട് ടൂർ അവസാനിക്കാൻ പോവുകയാണ്. നമ്മളുടെ ഏകദേശം ഒരു 25 മിനിറ്റ്സോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വരികയാണ്. അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് കേവ് ഓഫ് ദി വിൻഡാണ്. അത് ബ്രൈഡൽ വെയിൽ ഫോൾസിനകത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.